പിന്നെ കാശ് എല്ലാരും റൂൾസ് ഒക്കെ പാലിച്ച് പോകണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ വണ്ടിയുടെ ഇപ്പൊ അവസ്ഥ ഉണ്ട്, അതേപോലെയൊക്കെ ആവും. മോനെ ദിനേശ, ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായ? കൊടുത്താ പണി കൊല്ലത്തും കിട്ടൂന്ന്. ഇപ്പഴാണ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോ പറഞ്ഞല്ലോ, ടൈം ട്രാവൽ കിട്ടിയിരുന്ന സത്യം പറഞ്ഞ ഞാൻ ബാക്കിലോട്ട് ഒന്നും ചെയ്തില്ലായിരുന്നു. കാരണം എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് അങ്ങനത്തെ രീതിയിലാണ്. പക്ഷെ വിടാനോടെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്യാടിക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പൊ നിൽക്കുന്നത്. ഇറ്റ്സ് ടു ലേറ്റ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഓടിക്കണമെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. ലൈസൻസിന്റെ കാര്യത്തിൽ അപ്പീൽ കൊടുത്തു നോക്കാം, എന്താവെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചു, ആവശ്യം വരും. എനിക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നടന്ന് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാശ് ഇന്ന് പോകും, നാളെ നമ്മൾ തൂത്തുവാരും. ഇതൊരു മുതൽ മുടക്കാണ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ കുറച്ച് ആളുകളായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്റെ ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ, ഇങ്ങനെ തീർന്നത് നന്നായി. ഞാൻ പുറത്തൊക്കെ ചിരിച്ച് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ കുറച്ച് വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും, അതുകൊണ്ടാ പറയുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 35 ദിവസങ്ങള് മൊത്തത്തിൽ എന്റെ സീനായിട്ടിരിക്കുകയാണ്. ഇപ്പൊ അവരോട് പട്ടിച്ചോടാണെങ്കിൽ അത് മാറിക്കാൻ പറഞ്ഞ കുറെ നേരെ രാവിലെ ജോലി ചെയ്യാൻ വന്നാൽ ജോലി ചെയ്യണം, അല്ലാതെ കൂടെ ജോലി ചെയ്യാൻ വന്നവരെ വെറുപ്പിക്കല്ല. അപ്പൊ കൈ സന്തോഷം ഉണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നമ്മൾ ഇന്ന് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുവാണ്. അതിന് നീ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഈ പരിപാടിക്ക് ഒരു തരം തരികിടല്ലേ? എന്ത് തരികിട? ഇതിനകത്താണെങ്കിൽ നോക്കുക, ഡീസലൊന്നും ഇല്ല, അത് അടിക്കണം. അടിച്ചിട്ടും കാര്യമില്ല, ഇനി വണ്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ ചെറുക്കൻ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട്? പേര് മാറിയാലും പേര് ദോഷം മാറത്തില്ലല്ലോ. മാറും. പണത്തിന് മീതെ പരന്നും പറക്കില്ല എന്ന് കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാവുക. എന്നാലും ഒരു നാണോ മാനോ വേണ്ടേ? ആള് നല്ല വാശിയിലെന്ന് തോന്നുന്നു. Now I believe in karma. ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺവെട്ടത്ത് കാണുന്നുണ്ടല്ലോ, അത് മതി, അവിടെ കിടന്നോട്ടെ. എന്തായാലും എന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അതിന് ചേർന്ന പോലെ നീയും. നോക്കൂ നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ?